കൊയിലാണ്ടി ഗുരുദേവ കോളേജ് സംഘർഷത്തിൽ 4 SFI പ്രവർത്തകർക്ക് സസ്പെൻഷൻ. കോളേജ് പ്രിൻസിപ്പലാണ് ഇവരെ സസ്പെൻഡ് ചെയ്തത്. ജൂലൈ 1-നുണ്ടായ പ്രിൻസിപ്പൽ SFI സംഘർഷത്തിൽ ഈ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടെന്ന് കാണിച്ചാണ് നടപടി. വിവരങ്ങളുമായി സലാം മുഹമ്മദ് കോഴിക്കോട് നിന്ന്. സലാം, എന്താണ് സംഭവം? നിഷാദ്, കൊയിലാണ്ടി ഗുരുദേവ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് കോളേജ് പ്രിൻസിപ്പലിന്റെ ഉത്തരവാണ് ഇറങ്ങിയിരിക്കുന്നത്. BBA 2ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള തേജു ലക്ഷ്മി, BBA 2ാം വർഷ വിദ്യാർത്ഥി തന്നെയായിട്ടുള്ള തേജു സുനിൽ, BCom 2ാം വർഷ വിദ്യാർത്ഥി അമൽരാജ്, സൈക്കോളജി 2ാം വർഷ വിദ്യാർത്ഥി അഭിഷേക് എന്നിവരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ജൂലൈ 1-ന് നടന്ന ഈ സംഘർഷത്തിൽ ഈ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. കൂടാതെ ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ, അതായത് അനിശ്ചിതകാലത്തേക്കാണ് ഇവരുടെ സസ്പെൻഷൻ ഉള്ളത്. ഈ സംഭവത്തിൽ കോളേജ് ഉദ്യോഗസ്ഥരെ അടക്കം, ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരെ അടക്കം മർദ്ദിച്ചതിൽ ഇവർക്ക് പങ്കുണ്ട്, അല്ലെങ്കിൽ ഈ സംഘർഷം ഉണ്ടായതിൽ കാരണത്തിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കോളേജ് പ്രിൻസിപ്പലിന് അല്ലെങ്കിൽ കോളേജ് അധികാരികളുടെ നടപടി ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പ്രിൻസിപ്പൽ ആക്രമിച്ചു എന്നാണ് SFI ആദ്യം മുതലേ പറയുന്നത്. SFI പ്രവർത്തകരെ ഈ പുറത്തു വന്ന CCTV ദൃശ്യങ്ങളിലൊക്കെ തന്നെ ആദ്യത്തെ ഭാഗം കട്ട് ചെയ്തുകൊണ്ട് പ്രിൻസിപ്പൽ ഈ SFI പ്രവർത്തകർ വർദ്ധിക്കുന്ന ഭാഗം മറച്ചു വെച്ചിട്ടുള്ള CCTV ആണ് പുറത്തു വിട്ടത് എന്നതാണ് SFI ആരോപിക്കുന്നത്. ഇതിൽ SFIയുടെ കൊയിലാണ്ടി ഏരിയ പ്രസിഡന്റ് ആയിട്ടുള്ള അഭിനവ് എന്ന ഒരു പ്രവർത്തകൻ, SFI പ്രവർത്തകന് കേൾവി നഷ്ടപ്പെട്ട ഒരു സമയം, അല്ലെങ്കിൽ കേൾവിക്കുറവ് കാരണമാകുന്ന രീതിയിലുള്ള ഒരു ആക്രമം പ്രിൻസിപ്പളുടെ ഭാഗത്തുണ്ടായി എന്നും SFI ആരോപിക്കുന്നുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നലെ പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഒരു സസ്പെൻഷൻ നടപടി ഉണ്ടായിട്ടുള്ളത്. നിഷാദ്.